ഹാഫിളിന്റെ ശരീരം മണ്ണ് തിന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു കുട്ടിയുടെ ശരീരം മണ്ണ് തിന്നില്ലടോ. ഹാഫിളീങ്ങളാക്ക് ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാകണം, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാകണം. ഇന്നത്തെ മക്കൾ നോക്ക്, നമ്മൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നാളെ രാവിലെ നിങ്ങൾ പത്രം എടുക്കുമ്പോൾ ഒരു വാർത്ത കാണാം. 14 വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് വെട്ടിയ ഫോട്ടോ നാളെ രാവിലെ കാണാം പത്രത്തിൽ. 14 വയസ്സുള്ള ഒരു മകന് മൊബൈൽ കളിക്കാൻ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ കോഴിക്കോട് നാളെ രാവിലെ പത്രം എടുത്തു നോക്കുമ്പോ ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടടോ. ഉമ്മയുടെ കഴുത്ത്, അല്ലാഹു ആ പാപത്തിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ പടച്ചവനെ. ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് കുത്തുന്ന അവസ്ഥ. എന്തിന്? മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ എത്തി നിൽക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന കാലഘട്ടം. ഈ ഇരിക്കണ ഓരോ വാപ്പയോടും ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ആഗ്രഹമില്ലേ വാപ്പ, നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരാള് നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എത്ര വലിയ ഭാഗ്യവാന്മാരാണോ നിങ്ങൾ. എന്റെ ഉമ്മമാര് ചിന്തിക്കേണ്ടത്, ഖുർആൻ പഠിച്ച ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് ദുആ ചെയ്ത അവന്റെ ദുആയിക്ക് ഉത്തരവുണ്ടുമ്മ. നിന്റെ ജനാസ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഒരു 10 മക്കൾ നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾ വരൂല്ലേ മയ്യത്ത് നമസ്കരിക്കാൻ? ആ മക്കൾ നിങ്ങൾക്ക് ദുആ ചെയ്യില്ലേ? അതിനേക്കാളും വലിയ പുണ്യം നിങ്ങൾക്ക് എന്താ ഉള്ളേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിളീങ്ങൾ വേണം. നിങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥാപനം വേണം. 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുവാനും ജുബ്ബയും തൊപ്പിയും തലപ്പാവുള്ള മക്കൾ ഒന്നാമത്തെ സഫിൽ പള്ളിക്കകത്ത് നിൽക്കുന്നത് കാണാൻ ഒരു സന്തോഷമല്ലേ സഹോദര? നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടോ വരുമ്പോ ഓടി വന്നിട്ട് ആ മുത്തല്ലിമീങ്ങളോട്, മക്കളെ ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യടാ എന്ന് പറയാനെങ്കിലും ഒരു സ്ഥാപനം നമുക്ക് വേണ്ട സഹോദര. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖുർആൻ അത് സാധാരണ ഒരു കാര്യമല്ല. അത് പഠിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല. നമ്മുടെ മക്കളെ നമ്മൾ ഹാഫിളീങ്ങളാക്കണം. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിള് വേണം സഹോദര. കാരണം ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഞാനത് പറയുന്നത് വെറുതെ അല്ല. ഒരു ഹാഫിളിന് 40 പേരെ കൊണ്ടുപോകാം. ശിഹാബ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ ഉസ്താദിനോട് അള്ളാഹു പറയും, നിനക്കിഷ്ടമുള്ള 40 പേരെ നീ പിടിച്ചോ. നിനക്ക് ആരെയാ കൊണ്ടുപോകണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുടോ, നിങ്ങൾ ഈ സ്ഥാപനം പണിയാൻ 1 സെന്റ് സ്ഥലം വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? നിങ്ങൾ വീട് വെച്ചു, ആർക്കാ? നീ ഒരുപാട് വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ ശരീരത്ത് ഒരുപാട് സ്വർണമുണ്ട്. നീ മയ്യത്തായിട്ട് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ. നിങ്ങൾ ആരും മരിച്ചു ഖബറിലേക്ക് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ. ആർക്കാ വാരി കൂട്ടി വെച്ചിരിക്കുന്നത്? മക്കൾക്ക് വേണ്ടി. നമ്മൾ ആർക്ക് വേണ്ടി ഏത് മുഴുവനും കൂട്ടിവെച്ചിരിക്കുന്നു? നമ്മുടെ മക്കൾക്ക് വേണ്ടി. എന്നാ ഞാൻ ചോദിക്കട്ടെ, നീ മരിച്ചാലെങ്കിലും കുളിപ്പിക്കാനെങ്കിലും നിന്റെ മോൻ അറിയോ? നീ എന്താ ചിന്തിക്കാത്ത? എന്റെ ഉപ്പാനോട് ചോദിക്കുന്നു, ഇന്ന് രാത്രി നീ മരിച്ചുപോയി, നിന്റെ മയ്യത്ത് നാളെ കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ ഇത്രയും കാലം മോനെ മോനെ എന്ന് പറഞ്ഞു സൂക്ഷിച്ചു വെച്ചു കൊണ്ടു നടന്ന നിന്റെ പൊന്നുമോന് നിന്നെ അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെന്തിനാ വാപ്പ പൈസ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ശരീരത്ത് കിടക്കണ സ്വർണ്ണ ഊരിയെടുക്കാനുള്ള അടിയാ നടക്കുന്നേ, അല്ലാതെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവാനോ? ഒരു യാസീൻ ഓതാനെങ്കിലും മക്കളുണ്ടോ? പള്ളിയിൽ കൊണ്ടുപോകുമ്പോ ഖതീബിന്റെ കൈ പിടിച്ചിട്ട്, ഉസ്താദേ എന്റെ ഉപ്പായിക്ക് ഞാൻ ഇമാമത്ത് നിൽക്കാമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മോനുണ്ടോ? പാപ്പാടെ ഖബറിന്റെ ചാരത്ത് വന്ന് യാസീൻ ഓതാൻ അറിയുന്ന ഒരു മകൻ നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മൾ എല്ലാവരും ചെല്ലും. അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. സ്വന്തം മക്കള്. എന്റെ ഉമ്മാനോട് ഞാൻ പറയുന്നു, ഉമ്മ, നീ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിന്റെ മക്കൾ അള്ളാഹിനോട് പറയും, പടച്ചവനെ എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കിടത്തിട്ട അല്ലാഹ്, ആ നെഞ്ചത്ത് കയറി ഞാൻ നിൽക്കട്ടെ റബ്ബേ, എന്റെ കാല് പൊള്ളുന്ന പടച്ചവനെ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കിടത്തി തന്ന ഞാൻ ആ നെഞ്ചത്ത് കയറി ഒന്ന് നിൽക്കട്ടെ പടച്ചവനെ, എനിക്ക് വയ്യ റബ്ബേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. നരകത്തെ കാണുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ എന്റെ വാപ്പാടെ നന്മ മുഴുവനും എനിക്ക് താ അല്ലാഹ്, എന്റെ തെറ്റ് മുഴുവനെ എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാനെ നരകത്തിൽ വലിച്ചെറിഞ്ഞു, എനിക്ക് സ്വർഗം താ അല്ലാഹ്.
എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ആരും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. ഉമ്മയ്ക്ക് വേണ്ട, ഉപ്പയ്ക്ക് വേണ്ട, കൂടപ്പിറപ്പിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂട്ടുകാർക്ക് വേണ്ട, കുടുംബക്കാർക്ക് വേണ്ട, ഒരാൾ പോലും നമ്മളെ കണ്ട പരിചയം കാണിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. അന്ന് നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് പറയുന്നു, വാപ്പാ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം, ഉമ്മച്ചി നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. നീ ചോദിക്കും, നീ ആരാടാ മോനെ? എടാ നീ ആരാ? നീ ഞാനും തമ്മിലുള്ള ബന്ധം എന്താ? നീ ഏത് കുടുംബത്തിലെയാ? എടാ എന്റെ വാപ്പയും ഉമ്മയും എന്റെ മക്കള് പോലും എന്നെ കൈയൊടിഞ്ഞ ദിവസം എനിക്ക് സ്വർഗം വാങ്ങിത്തരാൻ നീ ആരാടാ മോനെ? ആ സമയത്ത് ആ പൊന്നുമോൻ പറയും, മാ നിങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് താമസിക്കാൻ, ഞങ്ങൾക്ക് സ്ഥാപനം പണിയാൻ ഇത്തിരി സ്ഥലം വാങ്ങിത്തന്നത് നിങ്ങളല്ലേ ഉമ്മ? ഉമ്മച്ചി നിങ്ങളുടെ ശരീരത്ത് കിടന്ന സ്വർണ്ണമല്ലേ ഉമ്മ ഊരി തന്നെ? നിങ്ങളല്ലേ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നെ? നിങ്ങളല്ലേ ഉമ്മ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം തന്നെ? ഉപ്പ നിങ്ങൾ എന്നെ ഒരു സ്വന്തം മകനെ പോലെ സ്നേഹിച്ചില്ലേ ഉപ്പ? എനിക്കിന്ന് 40 പേരെ കൊണ്ടുപോകാം. അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഒരാള് നിങ്ങളാ വാപ്പ എന്ന് കൈപിടിക്കാൻ ഏതെങ്കിലും ഒരു ഹാഫിള് കാണും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരിക്കലും നഷ്ടമാകില്ലടോ, ഒരിക്കലും നഷ്ടമാകില്ല. നമ്മൾ വാരിക്കൂട്ടി വെച്ചിട്ടൊന്നും നേടാനില്ല. നിങ്ങളുടെ പരിസരത്താണ് ഇന്നും ജനാസ കിട്ടാത്ത എത്രയോ സഹോദരങ്ങൾ. എന്തെല്ലാം കാഴ്ചകളാണോ ഞാൻ കണ്ടടോ. 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ വഴുതിന് വന്നപ്പോ ഞാൻ പോയിരുന്നടോ. വല്ലാത്ത സങ്കടം. അള്ളാഹുവേ നീ അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സർവ്വതും നഷ്ടപ്പെട്ടു പോയവരോട് നീ കരുണ കാണിക്കണേ പടച്ചവനെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലം പറയാം. എന്താണ് പ്രതിഫലം? ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. സ്വർഗമാണ് പ്രതിഫലം. അല്ലാഹ് പറയുന്നു സ്വർഗം തരാ. അല്ലാഹ് പറയുന്നു സ്വർഗം തരാ. അല്ലാഹ് പറയുകയാണ്, നിന്റെ സമ്പത്ത് എനിക്ക് നൽകിയാൽ, നിന്റെ ശരീരം എനിക്ക് നൽകിയാൽ നിനക്ക് ഞാൻ പകരം സ്വർഗം തരാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ വാപ്പാ നിനക്ക് കൊതിയില്ലേ? മരിക്കുന്ന സമയത്ത് വുളുവോടുകൂടി കടങ്ങളെല്ലാം തീർത്ത് തൗബ ചെയ്തിട്ട് ശുദ്ധിയായി മലക്കുകളെ സ്വാഗതം പറയുന്നത് കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് അല്ലാഹുവേ സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ടു മരിക്കണ്ടേ. തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കടന്നു വരുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ നമ്മൾ കിടന്ന് കരയുമടോ. ആ കരയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്ക് പറയുകയാ, നിനക്ക് കാണണ്ടേ, നീ കൊടുത്തതിന്റെ പ്രതിഫലം നിനക്ക് കാണണ്ടേ. വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരാ സഹോദരി, ജീവിതത്തിൽ ഇതേ ഉള്ളൂ. നിങ്ങളുടെതെന്ന് പറയാൻ നിന്റെ വീട് നിന്റെതല്ല, നിന്റെ വീട് നിന്റെതല്ല, നീ കൂട്ടിവെച്ചിരിക്കുന്ന പണം നിന്റെതല്ല, നീ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലം നിന്റെതല്ല. ഇന്ന് രാത്രി മരിച്ച എല്ലാം കഴിഞ്ഞു സഹോദരാ. ഇനി നിന്റെതെന്ന് പറയാൻ ഒന്നേ ഉള്ളൂ. പടച്ചവനെ ഈ സ്ഥാപനം പണിയാൻ നിന്നെ കൊണ്ട് കഴിയുന്നത് ഒരു പിടി മണ്ണാണോ? ആ മണ്ണ് നീ വാങ്ങിക്കൊടുത്താൽ 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറിനകത്ത് കിടക്കുമ്പോ നിന്റെ ഖബറിന്റെ അകത്ത് കൂട്ടായി വരാൻ അതേ കാണൂ. അതുകൊണ്ട് പടച്ചവനെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണേ. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കണമെന്നാ. എന്റെ മക്കളെ എനിക്ക് ഹാഫിളീങ്ങളാക്കണം. എന്റെ സിനാനും എന്റെ നഈമും എന്റെ നുഅ്മാനും 3 മക്കളെയാണ് എനിക്ക് എന്റെ റബ്ബ് തന്നത്. എന്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. കാരണം എന്തെന്നറിയോ? പടച്ചവനെ ഞാനൊരിക്കൽ സിയാറത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സഹോദരി വഴിയിൽ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നുമകൻ സിയാറത്തിന് പോയിട്ടുണ്ട്, അവനെ ഒന്ന് പെട്ടെന്ന് വരാൻ പറയണേ. ഞാൻ പള്ളിപ്പറമ്പിൽ പോയി നോക്കി.
നോക്കി, ആരെയും കാണുന്നില്ലടോ, ഒരാളെയും കാണുന്നില്ല. ഞാൻ പുറത്തു വന്നിട്ട് പറഞ്ഞു പള്ളിപ്പറമ്പിൽ ആരെയും കാണുന്നില്ല. ആ സഹോദരി പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നുമോനുണ്ട്, 10-11 വയസ്സുള്ള എന്റെ പൊന്നുമോൻ, അവൻ ഖുർആൻ പഠിക്കുകയാണ്. 10-17 ജുസ് കാണാതെ പഠിച്ചു. അവൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. വാപ്പയോട് സലാം പറയാൻ പോയതാണ്. പടച്ചവനെ, ഞാൻ രണ്ടാമതും പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയ മകൻ തന്റെ വാപ്പയുടെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ വിളിക്കുന്നു, പെട്ടെന്ന് പോകാൻ. ആ പൊന്നുമോൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ വാപ്പയ്ക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ, എന്റെ ഉപ്പാന് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ? പൊന്നുമോന്റെ ആഗ്രഹമാണല്ലോ. ഒരു ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വദത്തൈനി ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ ഞാൻ അവനോട് പറഞ്ഞു, നീ ദുആ ചെയ്യുമോനെ, നീ ഖുർആൻ പഠിക്കുന്നവനാണ്, നീ ദുആ ചെയ്യ്. അവൻ പറഞ്ഞു, ഇല്ല ഉസ്താദേ നിങ്ങൾ ദുആ ചെയ്യ്. ഞാൻ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, അവന് കരയാൻ തുടങ്ങി, അവൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അല്ലാ, ഈ പൊന്നുമോന്റെ വാപ്പയുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ദുആ ചെയ്ത് കഴിയുമ്പോ ആ പൊന്നുമകന് കരഞ്ഞുകൊണ്ട് താഴെ വീഴുകയാണ്. ദുആ പകുതിയിൽ നിർത്തിയടോ ഞാൻ. എനിക്ക് പേടിയായി, കാരണം ആ 11 വയസ്സുകാരൻ ഏങ്ങി കരയുകയാണ്. വാപ്പയുടെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നീ കരയരുത്, നീ കരഞ്ഞാ നിന്റെ വാപ്പ ഖബറിനകത്ത് കിടന്ന് കരയും. അവൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ ഞാൻ കരഞ്ഞാൽ എന്റെ വാപ്പ കരയുമോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും കരയും. അവൻ പറഞ്ഞു, ഇല്ല ഉസ്താദേ ഞാൻ കരയില്ല. അവന്റെ കണ്ണുനീര് തുടച്ചു, അവന്റെ കണ്ണുനീര് തുടച്ചു. അവസാനം അവന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങുമ്പോ അവൻ പറഞ്ഞു, വാപ്പാ 17 ജുസ് ഞാൻ കാണാതെ പഠിച്ചു, എനിക്ക് ബാക്കി കൂടെ പഠിക്കണം. ഉപ്പച്ചി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് പറയുന്നത് പോലെ തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അവൻ പറയുകയാ, എനിക്ക് ഹാഫിളാകണം, എനിക്ക് ഹാഫിളാകണം. എന്റെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം, എന്റെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് തന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു മടങ്ങുന്ന മകനെ കണ്ടപ്പോ ആഗ്രഹം തോന്നിയടോ അതുപോലെ ഒരു മകനെ കിട്ടാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, വല്ലാത്ത പുണ്യമാണ്, വല്ലാത്ത പുണ്യമാണ്. ഖുർആനിന് വേണ്ടി നിങ്ങൾ തയ്യാറായാൽ, ഖുർആനിന് വേണ്ടി നിങ്ങളെ കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാൻ വേറെ ഒരാളും വേണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ മതി. പരിശുദ്ധമായ ഖുർആൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ തരുമോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാറ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലേ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി, പടച്ചവനെ, 1 സെന്റ് ഭൂമിയെങ്കിലും ഇന്ന് കിട്ടിയാൽ അത് മതിയടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പണിയാൻ പടച്ചവൻ